യാക്കോബിൻ്റെ ലേഖനം 5:15. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ദൈവം ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നു. ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്നവർക്ക് അത്ഭുത സൗഖ്യത്തിലും വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ ദൈവം സകലവും ചെയ്യാൻ കഴിയുന്നവനെന്ന് വിശ്വസിക്കുന്നവർ ദൈവം രോഗികളെ സൗഖ്യമാക്കുമെന്നും വിശ്വസിക്കും. ഒരുവൻ രോഗിയാകുന്നതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ടാകും. അതുപോലെ ദൈവം സൗഖ്യമാക്കുന്നതിൻ്റെ പിന്നിലും പല കാരണങ്ങളുണ്ടാകും. പ്രാർത്ഥിച്ചാൽ ദൈവം സൗഖ്യമാക്കും എന്നതുപോലെ തന്നെ പ്രാർത്ഥിച്ചാലും ദൈവം സൗഖ്യമാക്കാതിരുന്നെന്നും വരും. പൂർണ്ണമായും ദൈവത്തിൻ്റെ അധികാരത്തിലുള്ളതാണ് അത്ഭുത സൗഖ്യമെന്നതിനാൽ അവിടുന്ന് തൻ്റെ ഹിതപ്രകാരമാണ് സൗഖ്യമാക്കുന്നത്. അത് ദൈവത്തിന് മുഖപക്ഷമുള്ളതിനാലല്ല, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗവും ദൈവത്തിൻ്റെ മഹത്വത്തിനുമായാണ്. ഇവിടെ കാണുന്ന വാഗ്ദത്തം ദീനക്കാരനെ ദൈവം രക്ഷിക്കുമെന്നും എഴുന്നേൽപ്പിക്കുമെന്നും പാപം ക്ഷമിക്കുമെന്നുമാണ്. പാപം രോഗത്തിന് കാരണമാകാം. എല്ലാ രോഗത്തിനും കാരണം പ്രത്യേക പാപമാകണമെന്നില്ല. മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവനായി തീർന്നതിനാൽ ശരീരം ബലഹീനമാവുകയും രോഗത്തിന് വിധേയമാവുകയും ചെയ്തു. അത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാണ്. എന്നാൽ ചില പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടാൻ മനുഷ്യൻ തികച്ചും ബലഹീനനാണെന്ന് തിരിച്ചറിയാനൊക്കെ ദൈവം രോഗം അനുവദിച്ചെന്നിരിക്കും. മാനസാന്തരപ്പെട്ട് ദൈവത്തോട് പാപമേറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം ക്ഷമിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്യും. മരുന്നുപയോഗിക്കരുതെന്നോ ഡോക്ടർമാരെ കാണരുതെന്നോ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ദൈവം നൽകിയ സവിശേഷ ജ്ഞാനം ഉപയോഗിച്ച് മരുന്നുകളും ചികിത്സകളുമൊക്കെ നടത്താൻ പ്രോത്സാഹനമാണ് നൽകുന്നത്. എന്നാൽ മരുന്നും ഡോക്ടർമാരും കൈവിടുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവന് പ്രത്യാശ പുലർത്താൻ കഴിയും. ചികിത്സയ്ക്കായി ധാരാളം സമയവും പണവും ഒക്കെ ചെലവിടുമ്പോൾ അത്രയും ആയാസമില്ലാത്ത പ്രാർത്ഥനയ്ക്കായി സമയം ചെലവിടാമോ? എന്നാൽ അത് പൂർണ്ണ വിശ്വാസത്തോടെ മാത്രം ആകണം. ഗഡ് ബ്ലസ് യു.